പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുപരിപാടിയിൽ പങ്കെടുത്തു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നുവെങ്കിലും സ്വന്തം മണ്ഡലത്തിലെ പരിപാടികളിൽ അദ്ദേഹം ഇതുവരെ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷികത്തിലും ബാലസദസ്സിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പങ്കെടുത്തത്. ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ നടന്ന പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ MLA വരുന്ന വിവരം ആളുകൾ അറിഞ്ഞത് അവസാന നിമിഷമാണ്. കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസ് 3 വാർഡുകളിൽ നടത്തിയ പൊതുപരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. വാർഡുകളിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിന്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു. MLA വരുന്ന വിവരം അവസാന നിമിഷമാണ് ആളുകളെ അറിയിച്ചത്. ലൈംഗിക ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഇക്കഴിഞ്ഞ 5-ന് KSRTC ബംഗളൂരു ബസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തതായിരുന്നു. എന്നാൽ ഇത് വിവാദമായിരുന്നു. പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചത്. തൊഴിലാളി സംഘടനാ നേതാക്കളെ അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തിയതിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു. പാർട്ടിയിൽ അറിയിക്കാതെ MLA പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിനകത്തും വലിയ പൊട്ടിത്തെറി നടന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള നിലപാടിൽ അയവ് വന്നിട്ടുണ്ട്. രാഹുൽ രാജിവെച്ച ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാത്തത് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് വരെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും രാഹുൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്.